കോൺഗ്രസ്സിൽ ഈ ഒരു നേതാവിനെ ഇങ്ങനെ താഴോട്ട് മറ്റ് നേതാക്കന്മാർ പിടിച്ച് വലിച്ച് താഴോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒന്ന് മറ്റൊന്നിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് കോൺഗ്രസ്. അതാണ് അവരുടെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തലയെ മാറ്റി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി 2021 തെരഞ്ഞെടുപ്പിന് ശേഷം. അതിനുശേഷം വി.ഡി. സതീശന് സ്വസ്ഥത കിട്ടിയിട്ടില്ല. KPCC പ്രസിഡന്റായിട്ട് കെ സുധാകരൻ വന്നു. കോൺഗ്രസിൽ വലിയൊരു പടയൊരുക്കം നടത്തി. ഒടുവിൽ 2025 ആയപ്പോഴേക്കും കെ സുധാകരനെ കണ്ണൂരിലേക്ക് വണ്ടി കയറ്റി വിട്ടു. വലിയ ശക്തിയോടുകൂടി വീറോടുകൂടി മാർത്താണ്ഡവർമ്മയുടെ മണ്ണിൽ നിന്ന് വന്ന കെ സുധാകരനും കോൺഗ്രസിലെ പാര പണിയുന്നവരുടെ മുന്നിൽ പത്തി മടക്കി തിരികെ വണ്ടി കയറി. ഇതൊക്കെയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 26 അധികാരത്തിൽ വരും. മുഖ്യമന്ത്രിയാകാൻ എല്ലാവരും മത്സരിച്ചു കുപ്പായം തയ്ച്ച് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഉടനെ കാലിൽ പിടിച്ചു വലിക്കുന്ന രീതി ഇനി അങ്ങോട്ട് കൂടും. ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് പ്രധാന പടയൊരുക്കം നടത്തുന്നത് വി.ഡി. സതീശന് നേരെയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ ആ യുവ നേതൃത്വത്തെ മുഴുവൻ മുൻനിരയിലേക്ക് കൊണ്ടുവന്നത് വി.ഡി. സതീശനാണ്. വി.ഡി. സതീശന്റെ ഉത്സാഹത്തിലാണ്. ഈ യുവ നേതൃത്വത്തെ കൊണ്ടുവരുന്നത് കോൺഗ്രസിലെ ഈ കടൽക്കിഴവന്മാർക്ക് സഹിക്കത്തില്ല. ചിലരൊക്കെ ഈ നമ്മൾ PSC പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടല്ലോ, ഏജ് തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ ചിലര് 2026 അധികാരത്തിൽ വരും. ആ സമയം എന്തെങ്കിലും ആയില്ലെങ്കിൽ പിന്നെ അടുത്ത തവണ നടക്കത്തില്ല. ഒന്നുകിൽ പാർട്ടി ജയിക്കത്തില്ല, അല്ലെ ഇവർക്ക് സീറ്റ് കൊടുക്കത്തില്ല. ഇങ്ങനെയുള്ള സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒക്കെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ 2031 മുഖ്യമന്ത്രിയാകുമോ? 2031 ഇനി കേരളത്തിൽ കോൺഗ്രസ്സുകാരന്മാരുണ്ടാകുമോ? അവർ BJPയിലായിരിക്കത്തില്ലേ? 2031 അഥവാ ഉണ്ടെങ്കിൽ തന്നെയും ജയിച്ച് കരയേറുമോ? അതുമില്ല. അപ്പോൾ ഇതാണ് അവസാന ചാൻസ്. ഇല്ലെന്നുണ്ടെങ്കിൽ അനുവദിച്ചിരിക്കുന്ന പ്രായം കഴിഞ്ഞു പോകും. അങ്ങനെ ഓരോരുത്തർക്കും ആ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കോൺഗ്രസിനകത്തുനിന്ന് പലരും മത്സരിച്ച് മുതിർന്ന നേതാക്കന്മാര് മന്ത്രിയാകാൻ വേണ്ടി കൊതിച്ച് നിൽക്കുകയാണ്. പ്രൊഫസർ PJ കുര്യനില്ലേ, അദ്ദേഹം ഇപ്പോൾ തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കടന്ന് കറങ്ങുകയാണ്. അവിടെ മത്സരിച്ച് വിജയിച്ചു വരാം. UDF വരികയാണെന്നുണ്ടെങ്കിൽ മുതിർന്ന നേതാവല്ലേ, ഉറപ്പായും മന്ത്രിയും. അവസാന കാലത്ത് ശിഷ്ടകാലത്ത് ഇനി കേരളത്തിൽ ഒരു മന്ത്രിയും കൂടി ആയില്ലെന്ന് വേണ്ട. ആ മോഹവും പൂണ്ട് അങ്ങനെ ഇരിക്കുകയാണ് PJ കുര്യൻ. അദ്ദേഹമാണ് മുമ്പ് യൂത്ത് കോൺഗ്രസിനെതിരെ ഒരുപാട് വിമർശനങ്ങളും ഒക്കെ ആയിട്ട് വന്നത്. ഇപ്പൊ കിടക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ അമരത്തിരുന്നോൻ ടപ്പോന്ന് താഴെ വീണുതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ എന്നല്ലാതെ എന്ത് പറയാനാ? ഇങ്ങനെ കോൺഗ്രസിനകത്ത് നിരവധി കടൽക്കിഴവന്മാരുണ്ടെന്നേ നമുക്കറിയാം. ഒരു കടൽക്കിഴവൻ ഒന്നും കിട്ടാഞ്ഞിട്ട് CPMന്റെ വാതിൽക്കൽ പോയി അവരെ തട്ടി വിളിച്ച് ഡൽഹിയിൽ ഇരിക്കുകയാണ്. ആരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വി.ഡി. സതീശന് ഈ യുവ നേതൃത്വത്തെ കൊണ്ടുവന്നത് അങ്ങനെ ഒരു സന്യാസം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടമായാലും അതുപോലെ ഷാഫി പറമ്പിലായാലും PC വിഷ്ണുദാസും ഇവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അല്പം മികച്ച രീതിയിൽ തന്നെ കഴിവ് തെളിയിച്ചു. പക്ഷേ ആ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് പലരും ഇപ്പൊ ചോദ്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ മുതിർന്നവർക്ക് പലർക്കും അവസരം നഷ്ടപ്പെടുന്നു. അതിനുവേണ്ടി കൂടിയാണ് വി.ഡി. സതീശന്റെ മുന്നിൽ വന്ന ഈ പല സ്ത്രീകളുടെയും പരാതി. മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതി ഷാഫിയോ വി.ഡി. സതീശനോ പരിഗണിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ്
ഈ കോൺഗ്രസിനകത്ത് പാര പണിയുന്നവർ മനഃപൂർവ്വം ഇതെല്ലാം എടുത്ത് പുറത്തിട്ട് ഈ പലരെയും, ഈ പരാതിപ്പെട്ട സ്ത്രീകളെ എല്ലാം തന്നെ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവന്ന് പറയിപ്പിച്ചതും മാങ്കൂട്ടത്തിനെതിരെ. അപ്പോൾ അത് മാങ്കൂട്ടത്തിനെ തകർക്കുകയും ഒപ്പം വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി മോഹവും ഇതോടുകൂടി അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ വി.ഡി. സതീശനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പടയൊരുക്കം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. അവർ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വഷളായി, പ്രവർത്തകർക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ശരിയല്ലേ? കോൺഗ്രസിനെ എത്രത്തോളം നാറ്റിക്കാമോ അത്രത്തോളം നാറ്റിച്ചിട്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ് താഴെത്തട്ടിൽ പ്രവർത്തനം നടത്തുക? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വന്ന് നിൽക്കുന്നത്. ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തനം നടത്തേണ്ട സമയമാണ്. അവിടൊക്കെ പോയി എന്ത് പറയും? നിങ്ങളെയാണോ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി, ഒരു കോർപ്പറേഷൻ ഏൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ 26-ൽ നിങ്ങളെയാണോ കേരളം ഭരിക്കാൻ ഏൽപ്പിക്കുന്നത്? ഭരണമില്ലാഞ്ഞിട്ട് ഈ സ്ഥിതി. ഭരണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മാങ്കൂട്ടവും തേക്കൂട്ടവും ഒക്കെ എന്തായിരിക്കും സ്ഥിതി? വി.ഡി. സതീശൻ പരാതി സ്വീകരിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ ചെയ്തു, അത് മാറ്റി നിർത്ത്. ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധി, രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലക്കാരനാണെന്നാണ് പറയുന്നത്. പക്ഷെ പത്തനംതിട്ട ജില്ലയ്ക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല കേട്ടോ. ചാനൽ ചർച്ചകളിൽ പോയിരുന്ന് വിടുവായുത്തം പറയുന്നതിന് മാത്രം പ്രഗത്ഭൻ. നന്നായി സംസാരിക്കാൻ കഴിയും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടങ്ങ് ഇരുത്തിയിരിക്കുകയായിരുന്നു പാർട്ടി. അങ്ങനെയാണ് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത്, പാലക്കാട് നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നത്. ഇനി പാലക്കാട് കാലുകുത്താൻ പറ്റുമോ? അവിടെ ജനങ്ങൾ കവളം മടലുമായിട്ട് നിൽക്കുകയാണ്. കാല് തല്ലി ഓടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള MLA-മാരെ ഒന്നും അവർക്ക് വേണ്ട എന്ന്. CPM-കാർ അതിനകത്ത് വലിയ മുറവിളി കൂട്ടുന്നില്ല. കാരണം മുകേഷ് MLA എവിടെ സ്ഥാനം രാജിവെച്ചു? കൊല്ലത്തെ പുങ്കവനെ മുകേഷ് MLA 2016-ലും 21-ലും ജയിച്ചു വന്നത്. പിന്നെ ആരെല്ലാം CPM-നകത്ത് തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതും അതൊക്കെ അളക്കുന്നതിനുള്ള യന്ത്രങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവർക്ക് കോടതിയൊക്കെ ഉണ്ട് CPM-ന്. അത് അവർ പരിഹരിച്ചോളും, നമ്മളാരും അതിനകത്ത് ഇടപെടണ്ട എന്ന് പണ്ട് ജോസഫൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരിക്കുന്ന സമയത്ത്. അപ്പൊ ഇവിടെ വി.ഡി. സതീശനെതിരെ കൊമ്പ് കോർക്കുന്നവർ പാർട്ടിക്ക് അകത്ത് തന്നെയാണ് വലിയൊരു പടയൊരുക്കം. കാരണം വി.ഡി. സതീശന്റെ മോഹങ്ങളെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി നടേശൻ എവിടെയോ കാണാമറയത്തിരുന്ന് കൈകൊട്ടിച്ചിരിക്കുന്നുണ്ടാകും വെള്ളാപ്പള്ളിക്കെതിരെ ഈ പടയൊരുക്കം നടത്തുന്നതിൽ. വെള്ളാപ്പള്ളിയുടെ ആഗ്രഹം വി.ഡി. സതീശനെ നിയമസഭ കാണിക്കരുതെന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പോഴത്തത്തിനൊക്കെ വി.ഡി. സതീശനെ പോലുള്ളവർ കൂട്ടുനിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വി.ഡി. സതീശനും ഷാഫി പറമ്പിലിനും എതിരെയായിട്ടാണ് കോൺഗ്രസിൽ പടയൊരുക്കം നടന്നുകൊണ്ടിരിക്കുന്നത്.